എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിന്റെ പിൻതറയും എല്ലാം പെരിച്ചായി ആകെ തുരന്ന് മാളമാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ഉള്ളത്. നമ്മൾ കുറെ കല്ലും മണ്ണും എല്ലാം വെച്ചിട്ട് ഇത് അടച്ചു വെച്ചാലും പിറ്റേന്ന് നേരം പുലരുമ്പോൾ വീണ്ടും അതേപടി തുരന്ന് വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഷോപ്പിൽ നിന്ന് ഒരു എലിവിഷം വാങ്ങി ആദ്യം. എന്നിട്ട് ഒരു പേപ്പറിലേക്ക് കുറച്ച് ഈ എലിവേഷൻ എടുത്തിട്ട് 30 രൂപയുടെ എലിവേഷമാണ് സാധാ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അത് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പറിലേക്ക് എടുത്തു. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു കുമ്പിള് പോലെ ആക്കിയിട്ട് ഈ മാളത്തിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് കത്രിക കൊണ്ടൊന്ന് തള്ളി കൊടുത്തു. അതിനകത്ത് പാമ്പ് വല്ലോ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തള്ളി കൊടുത്തത്. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ പേപ്പർ കഥ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് കൂടുതൽ മണ്ണും പുറത്തേക്ക് കൊണ്ടുവന്ന് മാളം ഒന്നുകൂടി വലുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വിഷം കൊണ്ടൊന്നും സംഗതി നടന്നില്ല. പിന്നെ ക്യാരറ്റില് അതേ വിഷം ക്യാരറ്റില് തുറന്നിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് അതും വെച്ച് നോക്കി. ക്യാരറ്റ് എല്ലാം കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും അതുപോലെ. പിന്നെ ഞാൻ വാങ്ങിയത് റാറ്റോളിന്റെ റാറ്റ് ബൂസ്റ്റർ എന്നൊരു വിഷമാണ്. ഇത് അഗ്രികൾച്ചർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. 50 ഗ്രാമിന്റെ പാക്കറ്റ് 50 രൂപ. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ 100 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ വില വരുന്നത്. നമ്മുടെ അടുത്ത് അഗ്രികൾച്ചർ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് 50 ഗ്രാമിന് 50 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇതൊരു പാക്കറ്റ് വാങ്ങി. എന്നിട്ട് 2-3 ചിരട്ട എടുത്തു. ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ചോക്ലേറ്റിന്റെ കളറുള്ള ചെറിയ ചെറിയ ഗോതമ്പ് മണികൾ പോലുള്ള ഒരു വിഷമാണ്. അപ്പൊ ഇത് രാത്രിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ 2-3 ചിരട്ടയിലേക്ക് എടുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പകൽ നേരം വെളിച്ചം ആകുന്ന സമയത്ത് തന്നെ പോയിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്ത് മാറ്റണം. പുറത്ത് കോഴിയോ മറ്റോ ഒക്കെ കഴിച്ചാൽ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2-3 ചിരട്ടയിലാക്കി. എന്നിട്ട് ടോർച്ച് എടുത്തിട്ട് മാളത്തിന്റെ അടുത്തേക്ക് പോയി. ആദ്യം മാളത്തിനകത്തേക്ക് ടോർച്ചൊക്കെ ഒന്ന് അടിച്ചു നോക്കി, വല്ല ഇഴജന്തുക്കളോ മറ്റോ ഉണ്ടോ എന്ന് അറിയാൻ. ഒന്നും കാണുന്നൊന്നുമില്ല. അതിനുശേഷം ഒരു ചിരട്ട അതിനകത്ത് വെച്ച് കൊടുത്തു. എന്നിട്ടൊരു കമ്പ് കൊണ്ട് തള്ളി അകത്തേക്ക് വെച്ച് കൊടുത്തു. ഇത്രയും സെറ്റ് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്തുള്ള 2-3 മാളങ്ങൾ കൂടിയുണ്ട്. അതിലും ഇതുപോലെ ഓരോ ചിരട്ടകൾ സെറ്റ് ചെയ്ത് വെച്ചു. എവിടെയാണ് രാത്രി വരിക എന്നറിയില്ലല്ലോ, അപ്പൊ എല്ലായിടത്തും ഓരോ ചിരട്ടയിൽ വെച്ചു. മാളമുള്ള എല്ലായിടത്തും വെച്ചു കൊടുത്തു. ഇനി നമുക്ക് രാവിലെയാണ് ഇതിന്റെ റിസൾട്ട് അറിയുക. പിന്നെ അടുക്കളയിലും കുറച്ച് എലിശല്യം ഉണ്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എലിക്കെണിയില് എലിയുടെ പെട്ടി ഇതുപോലെ എലിക്കെണി എടുത്ത് അതിലൊരു തേങ്ങ ചുട്ടു വെച്ചു. അതിനുശേഷം ചിരട്ടയിൽ കുറച്ച് എലിവിഷം കൂടി വെച്ചു കൊടുത്തു. അപ്പൊ ഇതെന്തിനാ ഈ എലിയുടെ കൂടിനകത്ത് എലിവിഷം വെക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഈ എലി കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ എലിവിഷത്തിനകത്ത് വെച്ച് കൊടുത്താൽ ഈ തേങ്ങയുടെ സ്മെല്ല് കെട്ടിട്ട് വരികയാണെങ്കിൽ എലിവിഷം കഴിച്ച് അതിനുള്ളിൽ തന്നെ ചത്ത് വീഴുകയാണെങ്കിൽ അതാണ് സുഖം. അപ്പൊ അതിനാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ എന്താ ഉണ്ടായതെന്ന് വെച്ചാല്, കൂട്ടിൽ വന്നിട്ട് തേങ്ങയും ഈ എലിവിഷമെല്ലാം കഴിച്ച് എലി പുറത്തുപോയി. രാവിലെ കൂട് കാലി തന്നെ, കൂട് അടഞ്ഞില്ല, വീണില്ല. പക്ഷേ മുറ്റത്ത് നോക്കുമ്പോൾ 3 എലികൾ ചത്ത് കിടക്കുന്നുണ്ട്, 2-3 സ്ഥലത്തായിട്ട്. അപ്പൊ നമ്മൾ ഈ എലിവിഷം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീടിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കണം. ഇത് കഴിച്ചു പോയതിനു ശേഷം എലികളെ നമുക്ക് വീടിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വീണ് ചത്ത് കിടക്കുന്നത് കാണാൻ സാധിക്കും. അത്രയ്ക്ക് എഫക്റ്റാണ്. എനിക്ക് ഇത് ഒരു ദിവസം വെച്ചിട്ട് 3 എലികളും ഒരു പെരിച്ചായുമാണ് ചത്ത് പോയത്. അപ്പൊ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. ഇപ്പൊ ഞാൻ ഈ ഫോട്ടോ ശരിക്കും വീഡിയോ ഇതിൽ കാണിക്കാത്തത്, ഇനി ഇത് യൂട്യൂബിന്റെ പോളിസിക്ക് നിരക്കാത്തതാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലറായിട്ട് കാണിച്ചിട്ടുള്ളത്. എന്നാലും ഇതാണ് പെരിച്ചായി. പെരിച്ചായിനെയും 3 എലികളെയുമാണ് 3 സ്ഥലത്തായി നന്നായിട്ട് കിട്ടിയത്. എലി, പെരിച്ചായി ഇവയെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ വീഡിയോ 100% ഉപകാരപ്രദമാകും.
അങ്ങനെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഞാൻ ചെയ്തു നോക്കിയിട്ട് 100% റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും.